അത് അത് BJPയുടെ ഒരു RSSന്റെ ചില ആളുകളുടെ കാര്യമാണ്. അവിടെ ഒരു നാടകം അടിയന്തരാവസ്ഥ കാലത്തെ പറ്റി അവതരിപ്പിച്ചൊരു നാടകമാണ്. അടിയന്തരാവസ്ഥ കാലത്ത് ആ നാടകത്തിന്റെ തീം അതാണ്. അടിയന്തരാവസ്ഥ കാലത്ത് ഏറ്റവും കൂടുതൽ പീഡനം ഏറ്റുവാങ്ങിയ ചില ആളുകളെ സംബന്ധിച്ചുള്ള നാടകം. ആ നാടകത്തിലെ ഒരു രംഗത്ത് പോലീസിന്റെ കടുത്ത പീഡനം, ഒരു സ്ത്രീയെ അവരുടെ വസ്ത്രമടക്കം വലിച്ചഴിച്ച് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന നാടകത്തിന്റെ ഭാഗം ചിത്രീകരിച്ചതിന് അതിന് ഈ മോശമായ രംഗങ്ങൾ അവതരിപ്പിച്ച ആളുകളെ ആകർഷിക്കാൻ DYFI ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ ഈ BJPയുടെ RSSന്റെ നേതാക്കന്മാരെ പറ്റി എന്താ പറയാൻ? നമുക്ക് അവരുടെയൊക്കെ ഇത്തരം കാര്യങ്ങളെപ്പറ്റി ധാരണയില്ലായ്മ നല്ലത് അല്ലാതൊന്നും പറയാനില്ല. ഒരു പോലീസ് മർദ്ദനവും പോലീസിന്റെ ക്രൂരമായിട്ടുള്ള പീഡനങ്ങളും ഒക്കെ കാണിക്കുന്നതിനെ സംബന്ധിച്ച് അതിന്റെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഒരു നാടകം അവതരിപ്പിച്ചാൽ അത് തെറ്റാണ് എന്ന് പറയുന്നത് ആരുടെ ന്യായമാണ്? ഇവരുടെ തെറ്റായ ന്യായമാണ്. ഇതിപ്പോ BJPയും കോൺഗ്രസും കേരളത്തിൽ നടത്തുന്ന ഈ പ്രചരണങ്ങളുടെ ഉദാഹരണം മാത്രമാണ് ഇത് മാത്രമല്ല. ഇപ്പൊ കോഴിക്കോട് അത് മാത്രമല്ലല്ലോ. അല്ല, കോഴിക്കോട് കഴിഞ്ഞ ദിവസം CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ മുഹമ്മദ് റിയാസിന്റെ പേര് പറഞ്ഞും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ കാര്യം, പാർട്ടി നേതാക്കന്മാരാണ്, അവരുടെയൊക്കെ കാര്യം പറഞ്ഞ് വീട് റെഡി ചെയ്തു. റിയാസിന്റെ ഭാര്യയുടെ കുടുംബത്തിന്റെ എല്ലാം പേര് വിലച്ച് കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് സാധാരണ ഇല്ലാത്ത തരത്തിലേക്ക് പത്രക്കുറിപ്പ് ഇറക്കുന്നു, അല്ലെങ്കിൽ പത്രങ്ങൾക്ക് ഈ വാർത്ത ചോർത്തി കൊടുക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്ര കാലമായിട്ട് തുടങ്ങിയതാണ്? നേരത്തെ ലാവുലിന്റെ കേസായിരുന്നല്ലോ എത്ര കാലം പറഞ്ഞിരുന്നത്. സ്വർണ്ണക്കടത്തിന്റെ പറഞ്ഞല്ലോ, അതെല്ലാം കഴിഞ്ഞു. അതിനകത്തൊന്നും കാര്യമില്ലാതെ വന്നപ്പോൾ അടുത്ത കാര്യത്തിലേക്ക് വരിക. ഈ കേസിനകത്ത് തന്നെ മാസപ്പടി എന്ന് പറഞ്ഞൊരു വിവാദം, അല്ലെങ്കിൽ വലിയ തോതിൽ പണ്ട് വാർത്ത വന്നിരുന്ന ചില കോൺഗ്രസ് നേതാക്കന്മാർ ഉൾപ്പെടെ പറഞ്ഞിരുന്നതാണ്. ഈ കേസ് അന്വേഷിച്ചു വന്ന അവസാനം ഇപ്പോൾ പറയുന്നത് ഇതിനകത്ത് ഫോമ പോലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നു, വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് പാർട്ടി നേതാക്കന്മാരെ, ഇപ്പോൾ റിയാസിന്റെ പേരിലാണ് നേതാക്കന്മാരെ എല്ലാം അവമാനിക്കാനും പാർട്ടിയെ അവമാനിക്കാനും കള്ളക്കേസുകളോ അല്ലെങ്കിൽ കള്ളക്കഥകളോ പറയാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിയമപരമായ കാര്യങ്ങൾ നിയമപരമായി നേരിടുന്നതിന് ആർക്കും തടസ്സമില്ല. നിയമം എങ്ങനെ ഏത് ഗവൺമെന്റ് കാലത്തായാലും അത് തെറ്റായി ഉപയോഗിക്കാൻ ശ്രമിച്ചാലും അതിനെയൊക്കെ നിയമപരമായി നേരിടുന്നതിന് യാതൊരു തടസ്സം ആർക്കുമില്ല. പക്ഷെ ഇത് ആസൂത്രിതമായി ഈ ആക്രമണം നടത്തുകയാണ്. കോഴിക്കോട് പാർട്ടിയുടെ പ്രത്യേക സമ്മേളനം കൂടി ചേരുന്നതിന്റെ തൊട്ടു മുമ്പായിട്ട് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ വരുന്നത് ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ശ്രമമാണ്. ആർക്കും മനസ്സിലാവുന്നതാണ്. നിയമപരമായ കാര്യങ്ങൾ നിയമപരമായ സമീപനം എടുക്കുന്നതിന്, നിയമപരമായി നേരിടുന്നതിന് ഞങ്ങൾക്കൊട്ടും പുറകോട്ട് പോകേണ്ട കാര്യമില്ല. അത് നിയമപരമായ അത്തരം കാര്യങ്ങൾ നേരിടും. അതിന് യാതൊരു തടസ്സമില്ല. അതാണ് സാധാരണഗതി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഏജൻസി അവിടെ നിന്നുള്ള വാർത്തകൾ ഇങ്ങനെ കൃത്യമായി തയ്യാറാക്കി ഇന്ന കാര്യങ്ങൾ പറഞ്ഞ് കൊടുക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളും രാഷ്ട്രീയ പ്രചരണവും അല്ലല്ലോ അത്തരം ഒരു ഏജൻസി ചെയ്യേണ്ടത്. ഇവിടെ ഇടതുപക്ഷത്തിന്റെ CPMന്റെ നേതാക്കന്മാരെ നേരിട്ട് ടാർഗറ്റ് ചെയ്യുന്ന തരത്തിലേക്കുള്ള പ്രചരണം കൊടുക്കുന്നു. ആ പ്രചരണത്തിന് ആവശ്യമായ കാര്യങ്ങൾ കൊടുക്കുന്നു. ആ പ്രശ്നം അവിടെ ഉണ്ട്. അതൊരു ശരിയായ രീതിയാണെന്ന് തോന്നുന്നില്ല. അത് ഏറ്റവും വലിയ വാർത്തകളായിട്ട് അടുത്ത ദിവസം വരിക. പക്ഷെ അതൊരു ശരിയായ രീതിയല്ല നടത്തുന്നത് എന്നുള്ളത് മുൻകാലങ്ങളിലെ അനുഭവങ്ങളിൽ നമുക്ക് വ്യക്തമായതാണ്. ഈ കാര്യത്തിനകത്തും പുതിയ കഥകൾ സൃഷ്ടിച്ചുകൊണ്ട് വരികയാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അല്ല, അതെന്താണ് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞില്ല. പക്ഷേ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയമായി പകപോക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് കേരളത്തിലെ മാത്രം കഥയല്ല, ഇന്ത്യയിൽ എല്ലായിടത്തും ഉള്ളതാണ്. അങ്ങനൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകാൻ പാടില്ല.